ഇപ്പൊ ഞാനാണ് നസീറിനെ കൊന്നതാണോ നിങ്ങൾ പറഞ്ഞു വരുന്നേ? അങ്ങനെ പറഞ്ഞില്ലല്ലോ. ഇതിലെവിടെയെങ്കിലും വിഷ്ണുവിന്റെ സാന്നിധ്യം ഉണ്ടായിട്ടുണ്ടോ എങ്കിൽ അതെന്തിന് എന്നേ ഞാൻ ചോദിച്ചുള്ളൂ. എന്റെ പൊന്ന് സാറേ, നസീർ എന്ന് പറയുന്നതേ ഭൂലോക ഫ്രോഡും ഈ ഡ്രഗ് അഡിക്റ്റും ആയിരുന്നു. ആ ചെക്കനാണ് ഈ ലോകം മുഴുവൻ ശത്രുക്കളാണ്. അപ്പൊ അവരാരെങ്കിലും എനിക്ക് തീർത്തിട്ടുണ്ടാവുക. അല്ല, സാർ അവനോട് സംസാരിച്ചിട്ടുണ്ടോ? ഉണ്ടോ? സാർ അവനോട് സംസാരിച്ചു നോക്കണം. ദേ, സാറിന് അവനോട് യാതൊരു വൈരാഗ്യയിലും അവന്റെ മുഖത്തൊരെണ്ണം പൊട്ടിക്കാൻ തോന്നും. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അങ്ങനെ ഒരുത്തരെ തഞ്ചത്തി കിട്ടിയ ആരാ സാറെ തീർക്കാത്തെ? അങ്ങനെ പെടുമരണം വാങ്ങിച്ചു കൂട്ടിയതായിരിക്കും. അതെ, അതാ ഞങ്ങൾക്ക് അറിയേണ്ടത്. ആ പെടുമരണം ഏത് രീതിയിൽ അവന് കിട്ടിയെന്നറിഞ്ഞാ ഞങ്ങളും ഹാപ്പിയായി വിഷ്ണു. ഏയ്, അപ്പൊ ഞാൻ ഹാപ്പി ആവില്ലല്ലോ സാറേ. അതെ, നിങ്ങളിപ്പോ ഈ കൊലപാതകം എന്റെ തലയിൽ വെക്കാനാണ് ഈ ശ്രമം നടത്തുന്നത് എനിക്ക് മനസ്സിലായി. അപ്പൊ ഞാൻ പറഞ്ഞ വണ്ടി മോഷണ കഥയൊന്നും നിങ്ങൾക്ക് വിശ്വാസമായിട്ടില്ല എന്നർത്ഥം. ഈ സിനിമയിലൊക്കെ കാണുന്ന പോലെ ഒരു ക്രൈം അങ്ങോട്ട് നടത്തി, എന്നിട്ട് ക്രൈം ചെയ്യാൻ ഉപയോഗിച്ച വാഹനം എന്താ പറയാ മോഷണം പോയി അങ്ങോട്ട് പറയണു. എന്നിട്ട് ഇതൊക്കെ ഒളിച്ചു വെച്ചിട്ട് നമ്മുടെ നായകൻ വിജയിക്കണു. എന്റെ സാർ, അതൊക്കെ സിനിമയിലേ നടക്കുള്ളൂ, ജീവിതത്തിൽ നടക്കില്ല. അല്ല, നടത്താൻ നിങ്ങൾ സമ്മതിക്കൂലല്ലോ. എന്റെ പൊന്ന് സാറേ, ഞാൻ പറയുന്നത് സത്യമാണ്. ഞാൻ ഇന്നലെ നിങ്ങൾ പറഞ്ഞ സ്ഥലത്തേക്ക് പോയിട്ടില്ല. ഇത് എന്തൊരു, നിങ്ങൾ തെളിയിക്കാൻ പറ്റിയ നിങ്ങൾ തെളിയിക്ക്. നസീർ മരിച്ച അന്ന് വിഷ്ണു ശാരദാമ്മയുടെ വീട്ടിൽ ചെന്നിരുന്നു അല്ലേ? നസീർ മരിച്ചു നിങ്ങളോട് ആരാ പറഞ്ഞേ? നസീറിന്റെ ബോഡി കിട്ടാത്ത സ്ഥിതിക്ക് നസീർ മരിച്ചു നിങ്ങൾ എങ്ങനെ ഉറപ്പിക്കണേ? നസീർ അവന്റെ ബാപ്പയെ വിളിച്ച് സംസാരിച്ചതിൽ നിന്നും അവൻ കുടുംബശ്രീ ശാരദയുടെ വീട്ടിലുണ്ടായിരുന്നു. എന്റെ പൊന്നു സാറേ, അതും ഫോണിലാണല്ലോ പറഞ്ഞേ അല്ലേ? എന്നപ്പോ ഞാൻ ഒരു കാര്യം പറയാം. അവപ്പോ ഗോവയിലുണ്ട്. ഗോവയിലെന്ന് ഞാൻ പറയാം. ഗോവയിൽ നിന്ന് അവന്റെ ഫോൺ കോൾ അവന്റെ ശബ്ദത്തിൽ വന്നാ പോരെ? എന്നിട്ട് നിങ്ങൾ അന്വേഷിച്ച് അവനെ ഗോവയിൽ പോവോ? ഇതെന്താണിത്? വിഷ്ണു അല്ല ചോദ്യം ചെയ്യേണ്ടത്, ഞങ്ങളാണ് വിഷ്ണുവിനെ ചോദ്യം ചെയ്യേണ്ടത്. സാറേ, വ്യക്തമായിട്ടുള്ള രീതിയിൽ ചോദ്യം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ തിരിച്ചും ചോദ്യങ്ങൾ വരും സാറേ. അതിൽ ബുദ്ധിമുട്ട് തോന്നിട്ട് ഒരു കാര്യമില്ല. വേലായുധന്റെ മൊഴിയിൽ വേലായുധൻ ഒരു കൊലപാതകത്തിന്റെ കാര്യം സൂചിപ്പിച്ചിരുന്നു. ആ കൊലപാതകം ഈ നസീറിന്റെതല്ലേ? എന്റെ പൊന്ന് സാറേ, അത് വേലായുധനോടല്ലേ ചോദിക്കുക? ഇത് ചുമ്മാ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് എനിക്ക് തന്നെ കഷ്ടം തോന്നുക. നിങ്ങൾ ഇവരല്ലേ കൃത്യമായിട്ടുള്ള തെളിവുകളില്ല. എന്റെ സാറേ, എന്തിനാണ് ഈ പ്രഹസനം? അല്ല, എനിക്ക് മനസ്സിലാവണില്ല. ഈ നസീറിനെ കൊന്നു കൊഴിച്ചു മൂടി എന്നൊക്കെ പറഞ്ഞു തുടങ്ങിയിട്ട് കുറെ കാലമായല്ലോ. ഈ വ്യക്തമായിട്ടുള്ള തെളിവില്ലാതെ സാറേ എന്നെ വെറുതെ ബുദ്ധിമുട്ടിക്കരുത്. സാറിന് മനസ്സിലായല്ലോ? എനിക്ക് വേറെ പരിപാടിയുണ്ട്. എന്താ ഇതൊക്കെ? പിന്നെ ഇത് സഹിക്കുന്നതിന് ഒരു പരിധിയില്ലേ? ചുമ്മാ ഒരു വരി എന്തോ ആന്ന് വെച്ചാ ഇതെന്താ വെള്ളരിക്ക പറ്റണ? വേറെ മനുഷ്യന്റെ സമയം കളയാനായിട്ട്. വിഷ്ണുട്ട, മാഡത്തിന്റെ ഹസ്ബൻഡ് ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ ക്ഷമിച്ചത്. അയാളുടെ ഷോയൊക്കെ അയാളുടെ കയ്യിലിരിക്കേ ഉള്ളൂ. പോലീസിന്റെ നേരെ എടുക്കരുതെന്ന് പറയണം.